വിജയകുമാറിനെയൊക്കെ കൊന്ന ആ കേസ് വളച്ചു കെട്ടി പിന്നെ ആസാങ്കാരന്റെ ഇടയ്ക്ക് വെച്ച് കിട്ടും. ഇത് എന്റെ വളരെ ക്ലോസ് ഉണ്ടായിരുന്നു ഈ വിജയകുമാർ. We have with us Gayatri Vijayakumar, who's part of Doudna's very own research team at her startup firm Stripe. എല്ലാവർക്കും നമസ്കാരം. കോട്ടയത്ത് മരണപ്പെട്ടു പോയ വിജയകുമാറും മീരെ, ഇവരുടെ രണ്ടുപേരുടെയും മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ അസംഷൻസും കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് അമിത് എന്ന് പറയുന്ന ആ ഒരു വേട്ടവാളിയെ വന്ന് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഇവനെ ഡമ്മിയാക്കി ഇട്ടും കൊണ്ടുള്ള ഒരു നാടകമാണ്. അതും നല്ലപോലെ തിരക്കഥ എഴുതി ഫ്ലോപ്പായ ഒരു തിരക്കഥയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗായത്രി വിജയകുമാർ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്കടക്കം വധഭീഷണി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഗായത്രി ഇനി വന്നു കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ അവരുടെ കുടുംബത്തിൽ നിന്ന് ആരും തന്നെ ഇല്ല. ചേർത്ത് നിർത്താൻ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരുമില്ല. ഇനി അല്ലാതെ ബന്ധുക്കളുണ്ടെങ്കിലേ ഉള്ളൂ. അവരെയും വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ആരാണ് ഈ നാറി പരിപാടി ചെയ്തതെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. എന്തായാലും ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ള ആരാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം. അമിത് എന്ന് പറയുന്നവൻ വെറും ഡമ്മി മാത്രമാണ്. ഇനി ഗായത്രി വിജയകുമാർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ഏറ്റവും മുഖ്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവരെയൊക്കെ തീർത്തതുപോലെ അവരെയും തീർക്കാൻ നല്ലപോലെ ശ്രമിക്കും എന്നുള്ളൊരു കാര്യമാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സൂക്ഷിക്കണം. നാട്ടിൽ വന്നു കഴിഞ്ഞാലും ഇതിന്റെ പിന്നാലെ നടന്നു കഴിഞ്ഞാലും ഉറപ്പായിട്ടും നിങ്ങൾ സൂക്ഷിക്കണം. ഈ CCTV എന്ന് പറയുന്ന സാധനം വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത്രയും നല്ല കാര്യമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അവരെ കുറിച്ചിട്ട് ഞാനൊരു ഇൻട്രോ ഒന്ന് ആദ്യം കൊടുക്കാം. We have with us Gayatri Vijayakumar, who's part of Doudna's very own research team at her startup firm Stripe Therapeutics. Thanks Gayatri for joining us. I'm sure you must be very excited about being part of a Nobel laureates team. So how are you feeling right now? Yeah, sure. I mean, it's a historic moment for both for science, both for women in science and STEM, where we have two women winning the Nobel. ഇവരാണ്, അതായത് ഈ ലാസ്റ്റ് സംസാരിച്ച ഇവരാണ് വിജയകുമാർ മീര ദമ്പതികളുടെ മകളായിട്ടുള്ള ഗായത്രി വിജയകുമാർ. എന്തായാലും നാട്ടിൽ വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമായിരിക്കും വധഭീഷണി, ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ കൃത്യം നടത്തിയവന്മാർ ഇതിന്റെ പിന്നിൽ നല്ലൊരു കളി അടുത്തും കളിക്കും. ഇനി അമിത്തിന്റെ അച്ഛനെയും വേണമെങ്കിൽ ഇറക്കി കളിക്കും. അതുകൊണ്ട് നാടകീയമായ പല കളികളും ഇനി കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കർണാടകയിലോട്ട് ഒരു ചർച്ച പോവുകയാണ്. അതായത് കർണാടകയിലുള്ള ആരോ ആണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത്, അമിത്തിനെ രംഗത്തിറക്കി എന്നുള്ളൊരു കാര്യം കൂടി ചർച്ചയാകുന്നുണ്ട്. ഞാനൊരു വോയിസ് ഒന്ന് കൊടുക്കാം. നമുക്ക് ആദ്യം ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. വിജയകുമാറിനെയൊക്കെ കൊന്ന ആ കേസ് വളച്ചു കെട്ടി പിന്നെ ആസാങ്കാരന്റെ ഇടയ്ക്ക് വെച്ച് കിട്ടും. ഇത് എന്റെ വളരെ ക്ലോസ് ഉണ്ടായിരുന്നു ഈ വിജയകുമാറെ. പുള്ളിയുടെ മകൻ മരിച്ച് കഴിഞ്ഞിട്ട് പലതാവശ്യം എന്നെ കാണുമ്പോഴെല്ലാം പുള്ളി ഒരു കാര്യം പറയായിരുന്നു, ഇത് ബാംഗ്ലൂരുള്ള ഒരു ടീമാണ് അവനെ കൊന്നതെന്ന് വെച്ചാൽ. പുള്ളിക്ക് ബാംഗ്ലൂർ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അത് ചുടുവിൽ അടിച്ചെടുത്താറുണ്ട്. കർണാടകയിലെ വിജയകുമാറിന് അവിടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു മൈസൂരിൽ. അപ്പൊ അതിന്റെ എന്തോ ഇഷ്യൂലാണ് മകനെ കൊന്നത്. എന്നുവെച്ചാൽ ആ മകന് ഒരു കുഴപ്പമില്ല. പുള്ളി നല്ല ഇമെൻസിൽ റിച്ച് ആണ്. ഇൻഫോ പാർക്കിലൊക്കെ പുള്ളിക്ക് പ്രോപ്പർട്ടി ഉണ്ട്. ഈ മകൻ അതാ നോക്കിക്കൊണ്ടിരുന്നത്. മകൻ ബിടെക്കാരനാ. ഒരു കുഴപ്പമില്ല. മരിക്കുന്നതിന് അന്ന് വൈകിട്ട് അമ്മയെ ഫോൺ ചെയ്തിട്ട് വെളിയിൽ നിന്ന് വല്ല ഫുഡ് വാങ്ങിക്കണമെന്ന് വിളിച്ച് ചോദിച്ചതാ. ആ മനുഷ്യൻ എങ്ങനെ അവിടെ കിടക്കുന്നു? അതല്ല, മെയിൻ റോഡിൽ MC റോഡിൽ പിന്നെ വണ്ടി കിടക്കുന്നു. അവിടെ നിന്ന് 240 മീറ്റർ അകലെ ഈ കഴുത്തും കുറിച്ചിട്ട് നടന്നു പോകത്തില്ല. അത് പുള്ളിക്ക് അത് ഭയങ്കര ഡൗട്ടായിട്ട് പുള്ളി അതിന്റെ പുറകെ ഓടി. പിന്നെ ആസിഫിന്റെ പഴയ പ്രോസിക്യൂഷൻ പുള്ളി ആ കേസൊക്കെ നടത്തിയത്. അങ്ങനെ 2 മാസം മുമ്പ് പിന്നെ CBIയുടെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. അതിന്റെ പ്രത്യാഘാതമാണ് ഇത്. ഇവൻ ചെന്ന് ഇത് ഡോറ് തുറന്നതും കൊടുക്കാനും ഒക്കെ അവൻ സഹായിച്ചാണ്. അവന് വല്ല കാര്യമായിട്ട് ക്യാഷ് കൊടുത്താണ്. അല്ലാതെ ഇവൻ പിന്നെ ഒരു ഫോൺ പൊട്ടിച്ചതിന് ജയിലിൽ പിടിച്ചിട്ട് ഞാൻ 2 പേരെ കോടാലിക്ക് വെട്ടിക്കൊല്ലു. അത് മാത്രമല്ല, അവനെ സംബന്ധിച്ചിടത്തോളം അവന് കാശിന് ആവശ്യമുള്ളവനാണ്. ഒരു മോഷണ ടെൻഡൻസി ഉള്ളവനാണെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചിട്ട് അവിടുന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം മോട്ടിച്ചുണ്ടാകും. പുള്ളിയുടെ ഭാര്യയുടെ ഡോക്ടർ മീരയുടെ ബോഡിയിൽ ഒരു മിനിമം 50 പവനെങ്കിലും കാണും. പിന്നെ വിജയകുമാറിന്റെ ദേഹത്തും കാണും. പിന്നെ ആ വീട്ടിൽ എവിടെയൊക്കെ പൈസ ഇരിക്കുന്നതെല്ലാം ഇവനറിയാം. അവൻ ഒരു ഗ്രാം സ്വർണം പോലും അവൻ എടുത്തിട്ടില്ല. അവരൊന്നും ഡയറക്റ്റ് ചെയ്യത്തില്ല. അവർ 10 പേര് മറിഞ്ഞായിരിക്കും ഇവനെ ജയിലിൽ നിന്ന് ഇറക്കിയതും പിന്നെ ഇവനെ കൊണ്ട് ചെയ്യിച്ചതും DVR എടുപ്പിച്ചതും എല്ലാം. പക്ഷെ അതൊന്നും തെളിയത്തില്ല. ഇവിടെ തന്നെ SP ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ, ആസാങ്കാരനെ ഞങ്ങൾക്ക് സംശയം. നമുക്കൊരു പട്ടിയെ പോലും കൊല്ലാൻ പറ്റും ഒരു കോടാലി കൊണ്ട്.
ഇത് കോണാരി കൊണ്ട് രണ്ടുപേര്, അതും എന്റെ പുള്ളി എങ്ങനെ, പുള്ളി നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ എങ്ങനെ ഈ 5 അടി പൊക്കമുള്ളവൻ പിന്നെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് കോടാലി കൊണ്ട് വെട്ടിക്കൊല്ലുന്ന എങ്ങനെ? അയാൾ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നത്, എന്നാലും അയാൾ ഫിസിക്കലി ഫിറ്റ് ആണ്. അത് മാത്രമല്ല ഫിസിക്കലി ഫിറ്റ് ആണ്. പിന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇത്രയും ഒരു ഇമ്മൻസ്ലി റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ വീട്ടിൽ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് മകന്റെ ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംവിധാനം അദ്ദേഹം കാണുകയും അദ്ദേഹം വളരെയേറെ വിജിലന്റ് ആയിരിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള ത്രെട്ടുള്ള സ്ഥിതിക്ക്. അതല്ലെങ്കിൽ ഇവർക്ക് രാത്രിയിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ബോധം പോകുവാനുള്ള എന്തെങ്കിലും നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വീട് അതിനകത്തു നിന്ന് തന്നെ ആരുടെയെങ്കിലും സഹായം കിട്ടാതെ ഉണ്ട്. മറ്റേ ഭയങ്കര ഇമ്മൻസ് റിച്ച് അറിയാതിരിക്കും പുള്ളിന്, ഭയങ്കര ഇമ്മൻസ് റിച്ചാണ്. അപ്പം CBI അന്വേഷണം വന്നപ്പോഴത്തേക്ക് പ്രശ്നമായി, അയക്ക് പേടിയായി. അതിനാണ് വളരെ സ്ട്രേറ്റ്. ഒരുപാട് പൈസ ഉണ്ട്. അത് ബഹ്റൈനിലായിരുന്നു, സൗദിയിലുണ്ടായിരുന്നു, അവിടെയൊക്കെ ബിസിനസ് ആയിരുന്നു. അവർക്ക് നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് പങ്കാളികളാകാനുള്ള സാധ്യതയില്ല. കാരണം എന്ത് ബിസിനസ് ആണെന്നോ ഒന്നുമില്ല. അയാളുടെ ബിസിനസ് എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ പിന്നെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, കല്യാണ മണ്ഡപമൊക്കെ, അതാണ് മെയിൻ. പിന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് പുള്ളിക്ക്. ഇൻഫോ പാർക്കിലൊക്കെ പിന്നെ ബിൽഡിംഗ് ഉണ്ട്. അതൊക്കെ ആ മകൻ നോക്കിക്കൊണ്ടിരുന്നു. മകനൊന്നും മരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇയാളെന്ന് നമുക്ക് അതെങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റും? അതായത് ഇയാൾക്ക് ഇമ്മൻസ്ലി റിച്ച് ആന്ന് പറയുന്നു. ഇദ്ദേഹത്തിന്റെ ഈ പ്രോപ്പർട്ടികളും ഈ സ്വത്തുക്കളും എല്ലാം എവിടെ അത്രയും ആസ്തികളുണ്ട്. അന്നേരം ഇദ്ദേഹത്തിന്റെ മറ്റു കുടുംബാംഗങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് പാർട്ണർമാരോ ഒക്കെ ആയിക്കൂടെ? കുടുംബാംഗങ്ങളൊന്നുമില്ല, പെങ്ങന്മാരേ ഉള്ള, അതൊന്നുമില്ല. പുള്ളി എന്റെയൊക്കെയല്ലേ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഞാൻ നേരത്തെ ഞങ്ങൾ റോട്ടറിയിലുണ്ട്, ഞാനിപ്പോ റോട്ടറിൽ പോകുന്നില്ല. അപ്പൊ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ എന്നെ വിളിച്ചെടുത്ത് 2 മണിക്കൂർ സംസാരിക്കും. 2 പ്രാവശ്യം എന്നോട് സംസാരിച്ചത് ഈ മകന്റെ വേണ്ട കാര്യമാണ്. ഇദ്ദേഹം ലോക്കലി അങ്ങനെ ആളുകളുമായിട്ട് ബന്ധമോ ഇടപെടലോ ഒന്നും ഇല്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞു. അല്ല, അങ്ങനൊന്നുമില്ല. ആവശ്യത്തിനാണ്, ആവശ്യമായിട്ട് എല്ലാവരുടെയും തുണക്കായിട്ട് നടക്കുന്നില്ല. ഒരു സ്വയമായിട്ട്. അതുകൊണ്ട് പിന്നെ മകന്റെ മരണം വന്നപ്പോഴത്തേക്ക് ആ വൈഫ് എങ്ങും പോത്തില്ല. ഈ മകളുടെ കല്യാണം കഴിഞ്ഞ മാസം കൊണ്ടുണ്ടായിരുന്നു. ഇവരുടെ വൈഫ് പോലും കല്യാണത്തിന് പോയിട്ടില്ല, ഇവരുടെ ഓടിച്ചെടുത്ത് വെച്ചായിരുന്നു. അപ്പം അതിന്റെ വിദേശിയാണെന്ന് അറിഞ്ഞത് ഞാൻ. അല്ല, ഏത് സ്വന്തം അമ്മ മകളുടെ കല്യാണത്തിന് പങ്കെടുത്തില്ലേ? അങ്ങനെ പുള്ളിക്കാരി അങ്ങനെ മെന്റലി ഇതായിപ്പോയി. ഒറ്റ മകനെ ഇങ്ങനെ വെട്ടി കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എങ്ങും പോകത്തില്ല. ഈയിടെ പുള്ളി മറ്റേ എന്താ ഇതുണ്ട്, നോർത്ത് ഇന്ത്യയിലെ വലിയ ഇതാണെന്നുണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, കുമ്പമലയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പുള്ളി അങ്ങ് ഒതുങ്ങി കഴിയായിരുന്നു. പക്ഷെ പുള്ളി ഈ ഹൈക്കോടതിയിൽ പോയിട്ട് സ്ട്രോങ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടാണ് CBIയുടെ ഉത്തരവിട്ട്. പക്ഷെ CBIയുടെ ഉത്തരവിട്ട് 2 മാസത്തിനുള്ളിൽ ഒരു എൻക്വയറി തുടങ്ങുന്ന സമയപ്പോഴത്തേക്ക് ഇങ്ങനെ വെട്ടിക്കൊന്നത്. അതുമല്ല, ഇവനാ വന്നെങ്കിൽ ഇവരുടെ ദേഹത്തുള്ള സ്വർണ്ണം എടുത്തുകൊണ്ട് പോത്തില്ല. അവനെ കൊണ്ടായിരിക്കും ചെയ്യിച്ചത്. സബ് കൊടുത്ത് ആരെങ്കിലും ഈ ജയിലിൽ കൊണ്ടിരിക്കെടുത്ത് ഇവനെ പരിചയപ്പെടുത്തി ഇവനെന്തെങ്കിലും ഓഫറെല്ലാം കൊടുത്ത് അവനായിരിക്കാം. പക്ഷെ പോലീസ് ആദ്യമേ പറയുന്നുണ്ട് വീട്ടിലെ ആസാകാരം ജോലിക്കാരനാണ്. CBI അന്വേഷണം വന്നതിന്റെ റിയാക്ഷനാണിത്. അല്ലാതെ വേറെ ഒന്നുമില്ല. അവൻ ഒറ്റയ്ക്കുള്ളെങ്കിൽ അവന് ഇദ്ദേഹത്തുള്ള ഒരു പവനെടുത്താൽ പോലും 76,000 രൂപയില്ല. അതുമല്ല വീട്ടിൽ എവിടെയൊക്കെയാണ് പൈസ ഇരിക്കുന്നത് ഇതെല്ലാം അവനറിയാം. ടവർ ബോട്ട് മുകളിലത്തെ അത് മാത്രം ഇടാറുള്ളെന്നറിയാം. അതുകൊണ്ട് മുകളിലത്തെ ടവർ ബോട്ട് തുറന്നാണ് കയറിയത്. നെഞ്ചത്ത് കയറിയിരുന്ന് കോടാലി കൊണ്ട് വെട്ടി. ഇവനൊരു 4 അടി പൊക്കമുള്ളവന്, ഇയാൾ രാജാനമാകും. അങ്ങനെ നെഞ്ചത്ത് കയറുന്നത് വെട്ടാൻ പറ്റുന്നത്? അത് അതൊക്കെ ഇമ്പോസിബിളാണ്. തടുക്കാൻ ശ്രമിക്കത്തില്ല. ഒരാളെ വെട്ടിക്കൊല്ലുമ്പോഴത്തേക്കും കാർച്ച നിലവിളി കയറത്തില്ലേ? അല്ലെങ്കിൽ അത്രയും വട്ടം പിടിക്കണമെന്നുണ്ട് ഒന്നിലധികം ആളുകൾ വേണം. അതെ, 1-2 അധികം ആൾക്കാരുണ്ട്. ഇവൻ തുറന്നു കൊടുത്ത് അകത്ത് കയറ്റി ബാക്കി പണിയൊക്കെ ചെയ്ത് ബാക്കി ആൾക്കാരായിരിക്കും എന്റെ ബലമായ വിശ്വാസം. പക്ഷെ ഈ കേസ് ഇങ്ങനെ പോയിപ്പോ അവനെ അറസ്റ്റ് ചെയ്ത് അവൻ ഇതിനകത്ത് ഇൻവോൾവാ. സംഭവമൊക്കെ ശരിയാ. പക്ഷെങ്കിൽ ഇത് ചെയ്യാനുള്ള ചേതവികാരം മറ്റേയാളുടെ കൈയാണ്. പിന്നെ അതൊന്നും വിളി വരുത്തൂല്ല. പിന്നെ അപ്പൊ അതിനെ കൂട്ടിയത് ഈ CBI എൻക്വയറി വന്ന് പ്രശ്നമാണ്ടെന്ന് വെച്ചാൽ തട്ടിക്കളഞ്ഞത്. അല്ലാതെ തന്നെ ഒരു മോഷണ കേസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് വെട്ടിക്കൊല്ലു. ഈ ക്രൂരമായിട്ടല്ലേ വന്നേക്കുന്നത്. കൊണ്ട് തല വെട്ടി ഞാൻ കാണാൻ പോലും പോയില്ല. എങ്ങനെ കാണും? ഇവനാണെന്നുണ്ടെങ്കിൽ 100% അദ്ദേഹത്തിന് ആവരണം എടുക്കത്തില്ല. തുണി ഉരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ഇവൻ ആവരണം എടുക്കാൻ എന്താ പോയത്? അപ്പൊ കൂടെയുള്ളവർ പറയാം നീ പോക്കോ ഇതിന്റെ ആവശ്യം കഴിഞ്ഞ് ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വേട്ടാവളിയൊന്നും ആയിരിക്കത്തില്ല ഇത് ചെയ്ത്. അവനെ കൊണ്ട് ഇതൊന്നും കൂട്ടിയേ കൂടത്തില്ല. ഇവന്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട്. അതുപോലെ അവന്റെ ടീഷർട്ടിൽ ഇത്രയും ദിവസം അവൻ ഇട്ടിരുന്ന ഒരെണ്ണമാണ്. ആ ടീഷർട്ടിൽ ഒരു തുള്ളി ബ്ലഡ് പോലും ഇല്ല. അത് തന്നെ ഏറ്റവും വലിയൊരു പോയിന്റാണ്. നമ്മൾ ആദ്യം അത് ചിന്തിക്കണം. ഇനി വിജയകുമാറിന്റെ മകൾ ഗായത്രി വിജയകുമാർ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരിടുന്ന വലിയൊരു പ്രശ്നമായിരിക്കും ഈ വധഭീഷണിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉറപ്പായിട്ടുണ്ടാവും. അവരുടെ ജീവനും ആപത്തിലായിരിക്കും എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമാണ്. പിന്നെ ഇത്രയും സെൻസേഷണൽ ന്യൂസായിട്ട് നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അവർ കുറച്ചു കാലത്തേക്കൊന്ന് സേഫ് ആയിരിക്കാം.
കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവനെയും കൂടി ബാധിക്കുന്ന രീതിയിൽ ഈ വിഷയം പോകും, ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പല രീതിയിലാണ് വോയിസും കാര്യങ്ങളൊക്കെ വരുന്നത് മുന്നോട്ട്. പ്രത്യേകിച്ച് വിജയകുമാറിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ വ്യക്തി പറയുന്നുണ്ട്, അതുപോലെ പലരും പറയുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരിക്കലും അമിത് എന്ന് പറയുന്നവൻ ചെയ്തതായിട്ട് ആർക്കും തോന്നുന്നില്ല. എന്നാൽ പോലീസിനും നിയമത്തിനും ഒക്കെ മാത്രം അത് അമിതാണ് പ്രതി, ബാക്കി ആർക്കും തോന്നുന്നില്ല, ജനങ്ങൾക്കടക്കം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതോ കറുത്ത വലിയ കരങ്ങളുണ്ട്. ആ കരങ്ങൾ ആരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ച് മകന്റെ മരണം, അതും ഒരു കൊലപാതകമായി തന്നെയാണ് ഇപ്പോഴും പറയുന്നത്, വക്കീലടക്കം. ഒരു ദുരൂഹ സാഹചര്യത്തിലാണ് ആ മകൻ മരണപ്പെടുന്നത്. അതിനുശേഷം ഈ പറയുന്ന പോലെ ആ CBI അന്വേഷണം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇവരും മരണപ്പെടുന്നുണ്ട്. എന്തുപാടെ ഈ മോള് പുറത്തു നിന്ന് വന്ന് കേസും കാര്യങ്ങളായിട്ട് ഇവിടെ നാട്ടിൽ സെറ്റിലായി അന്വേഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത മോളുടെ ജീവനും ഉറപ്പായിട്ട് ഒരു ഭീഷണി ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഇത് ചെറിയൊരു കേസായിട്ട് വിട്ടുകളയേണ്ടതല്ല. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.